ഈ കാണുന്ന പ്ലാസ്റ്റിക് കുപ്പികളും മാലിന്യങ്ങളും ഒരു വാഗ്ദാനത്തിന്റെ ബാക്കി പത്രമാണ്. കഴിഞ്ഞ മാസം മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരുടെ ടൗൺഷിപ്പിനായി ഇന്ത്യയിലെ രണ്ട് പ്രമുഖ കോൺഗ്രസ് നേതാക്കന്മാർ കല്ലിട്ട് പോയ സ്ഥലമാണിത്. ഒരു പണിയും ഇവിടെ തുടങ്ങിയിട്ടില്ല. എന്ത് ഇത് മനോരമ ന്യൂസ് തന്നെയാണോ ഈ കേൾക്കുന്നത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എനിക്ക് എൻ്റെ കണ്ണുകളെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് സത്യത്തിൽ മനോരമയുടെ ന്യൂസ് തന്നെയാണോ എന്നെനിക്ക് സംശയമുണ്ട്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ ഈ ന്യൂസ് ഇങ്ങനെ പറന്ന് നടക്കുന്ന കാണുന്നുണ്ട്. പക്ഷേ അതിലൊക്കെ കാണുന്ന മനോരമയുടെ എംബ്ലമാണ്. ഇനി ഇത് വല്ല AI നിർമ്മിതിയാണോ എന്ന് എനിക്കറിയില്ല. കാരണം എല്ലാവരും പറയുന്നു ഈ മനോരമ കോൺഗ്രസിനെ ഒന്നും വിമർശിക്കില്ല, അവർക്ക് വേണ്ടി പണിയെടുക്കാൻ നടക്കുന്ന ആൾക്കാരാണ്. കഴിഞ്ഞ ദിവസം സർക്കാർ ഈ ഉമ്മൻചാണ്ടി സർക്കാരും പിണറായി സർക്കാരിനെയും കമ്പയർ ചെയ്തിട്ട് 2 പേജ് ഒരു ഫുൾ പേജ് പരസ്യം കൊടുത്തിട്ട് പോലും മനോരമ റിജക്റ്റ് ചെയ്തു എന്നാണ് ന്യൂസ് ചാനലിലവരൊക്കെ ചർച്ചയ്ക്കിടയിലൊക്കെ പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഈ കോൺഗ്രസിനെതിരായിട്ടുള്ളൊരു ന്യൂസൊക്കെ മനോരമയിൽ വരിക എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഈ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഭാഗം കൂടെ ഒന്ന് അത് കേട്ടിട്ട് ഒന്ന് ഉറപ്പിക്കാം ഇത് ശരിയാണോ ഇല്ലയെന്ന്. ഒന്ന് കേട്ടു. ഉദ്ഘാടനത്തിനായി സ്ഥാപിച്ച ശിലാഫലകം തൊട്ടടുത്ത കെട്ടിടത്തിൽ ചാരി വച്ചിരിക്കുന്നു. അതുമാത്രമാണ് പദ്ധതിയുടെ സാക്ഷിയായി ബാക്കിയുള്ളത്. കഴിഞ്ഞ ഫെബ്രുവരി 26-നാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വയനാട് MP പ്രിയങ്ക ഗാന്ധിയും ചേർന്ന് ടൗൺഷിപ്പിന് തറക്കല്ലിട്ടത്. ചടങ്ങിൽ പങ്കെടുത്തവർ വെള്ളം കുടിച്ച പ്ലാസ്റ്റിക് കുപ്പികൾ പോലും അവിടെ നിന്ന് മാറ്റിയിട്ടില്ല. അന്നിട്ടിരുന്ന പന്തലഴിച്ചു മാറ്റി. ശിലാഫലകം സുരക്ഷിതമായി ചാരി വെച്ചു. പണികൾ എന്നാരംഭിക്കുമെന്ന് ആർക്കും ഒരു ഉറപ്പുമില്ല. ടൗൺഷിപ്പിന്റെ ലേഔട്ട് ആയിട്ടില്ലെന്നും തുടർ നടപടികൾ ഉടൻ ഉണ്ടാകുമെന്നുമാണ് DCC പ്രസിഡന്റ് TJ ഐസക് പറയുന്നത്. ഇപ്പോൾ CPMകാരോ കൈരളി TV ഒക്കെയാണ് ഇങ്ങനെ കാണിക്കുന്നതെങ്കിൽ നമുക്ക് വിശ്വസിക്കാമായിരുന്നു ഇവർ കള്ളപ്രചരണം ഈ പാർട്ടിക്കെതിരെ നടത്തുകയെന്ന്. ഇത് മനോരമയെ പോലെയുള്ള കോൺഗ്രസിനോടൊപ്പം അവർ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനോരമ ചാനലിനെ പോലെയുള്ള ഒരു ചാനൽ ഈ കാര്യം റിപ്പോർട്ട് ചെയ്യണം. അവർക്ക് പോലും ഈ കോൺഗ്രസ്സിൽ വിശ്വാസം നഷ്ടപ്പെട്ടു. UDFകാർ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് നടത്തി കിട്ടുന്ന അവർക്ക് പോലും വിശ്വാസമില്ലാത്ത ഒരു തരത്തിലേക്ക് അവർ പോയി എന്നല്ലേ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ CPM ഒക്കെ ആരോപിക്കുന്നത് പോലെ ഈ പണം പിരിച്ചിട്ട് നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ വീട് എന്ന് ചോദിക്കുന്നതിൽ ചില കാര്യങ്ങളുണ്ടല്ലോ. അത് സാധാരണ ഇവിടുത്തെ ജനങ്ങൾ അങ്ങനെ ആലോചിച്ചാൽ എന്താണ് തെറ്റ്? ആ ചടങ്ങിലൊരു പ്രത്യേകതയും കൂടി ഉണ്ടായിരുന്നു. ഈ ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള പിണക്കം പോലുമൊക്കെ പറഞ്ഞിട്ട് ഈ ആൾക്കാരെയൊക്കെ കയ്യിലെടുക്കുന്ന ഒരു ഗിമ്മിക്സ് ഉണ്ടല്ലോ, ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്സ്. ഈ ദുരന്തം അനുഭവിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് വീട് കൊടുക്കാമെന്ന ഈ രാഹുൽ ഗാന്ധി ഞാനും പെങ്ങളും തമ്മിൽ 2 ദിവസമായി മിണ്ടുന്നില്ല, ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് വയനാട്ടുകാരെ കണ്ടപ്പോഴാണ് ഞങ്ങളുടെ പിണക്കം മാറിയെന്നൊക്കെ പൊന്നാരം പറയുന്ന ഒരു തേർഡ് റേറ്റ് തമാശയൊക്കെ പറയുന്ന ഒരു ഭാഗം നിങ്ങൾ കാണുന്നുണ്ടാവും. ആ കൗളൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ തോണ്ടുന്നൊരു സീനുണ്ട്. ഇത്തരം ഗിമ്മിക്കുകളൊക്കെ കാണിച്ചു പോയ ഒരു ഭാഗം കൂടെ അതിപ്പോൾ നമ്മൾ കണ്ടു ഈ വീഡിയോയിൽ. സതീശനും T. ഒക്കെ പറയുന്നത് ഞങ്ങൾ കോൺഗ്രസ്സുകാരാണ് അതെല്ലാം ചെയ്യുന്നത്, സർക്കാർ ഒന്നും ചെയ്യുന്നില്ല, അവർ 1.5 കൊല്ലമായില്ലേ. അപ്പോൾ നമ്മൾ പക്ഷേ കഴിഞ്ഞ ആഴ്ചയല്ലേ കണ്ടത് 178 വീടുകളുടെ താക്കോൽ ദാനം നടത്തുന്നു. അത് ഏതാണ്ട് കംപ്ലീഷൻ സ്റ്റേജിലേക്ക് എത്തി. എപ്പോൾ വേണമെങ്കിലും അവിടുത്തെ ആൾക്കാർക്ക് വന്നിട്ട് അവിടെ താമസം തുടങ്ങാം. നല്ല ദിവസം നോക്കിയിട്ട് അവർക്ക് താമസം തുടങ്ങുന്നതിന് ഇനി ബുദ്ധിമുട്ടില്ല. ആ ഫിനിഷിങ് കുറച്ച് വർക്കുകളൊക്കെ മറ്റേ റോഡും എല്ലാ സൗകര്യങ്ങളും ഒരു ടൗൺഷിപ്പാണല്ലോ, ഒരു സിംഗിൾ വീടല്ലല്ലോ ഒരു പണിയുന്നത്. അപ്പോൾ അവിടെ മൊത്തം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പണികൾ കൂടെ ബാക്കിയുണ്ട്. എന്തായാലും ഈ മഴക്കാലത്തിന് മുമ്പ് അവരെല്ലാവരും തന്നെ 100-400 വീടുകളിലേക്ക് അവിടെ ആളെത്തിച്ചേരും. പക്ഷേ എന്തിനാണ് നടക്കാൻ കഴിയാത്തത്, ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ സ്വയം തലയിൽ വെച്ച് ഈ അപഹാസ്യരാവാൻ നിൽക്കുന്നത്? ആ സർക്കാരിൻ്റെ പദ്ധതിയോടുകൂടി സഹകരിച്ച് അവർക്ക് ഈ ഉള്ള പണം എത്രയാണോ കിട്ടിയതെങ്കിൽ അത് അവരുടെ അടുത്ത് കൊടുത്ത് 100 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ ഇതാണ് ഞങ്ങളുടെ സംഭാവന എന്ന് പറഞ്ഞ് അവരുടെ കൂടെ കൊടുത്ത് അന്തസ്സോടുകൂടെ നെഞ്ചി വിരിച്ച് നിന്ന് ഞങ്ങൾക്ക് പറയാമല്ലോ ഞങ്ങളും കൂടെ കൊടുത്ത 100 രൂപ ഇതിനകത്തുണ്ടോ എന്ന് പറഞ്ഞ് നിൽക്കാമായിരുന്നല്ലോ. എന്തിനാണ് ഈ വഷളത്തരത്തിന് നിൽക്കണത്? മനോരമ പോലും നിങ്ങളെ തള്ളിപ്പറയുന്നുവെങ്കിൽ, കേരള ജനത നിങ്ങളെ തള്ളിപ്പറയുന്നുവെങ്കിൽ അതാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.